ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. അങ്ങനെ ഇന്ന് നമ്മൾ ഡേ 21 ആയിട്ടുണ്ട്. സോ നിങ്ങൾ ഇതിന് മുന്നുള്ള വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോയിലേക്ക് വരിക. നമ്മൾ ഈ 21 എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ കഴിയാനേ നമുക്കിനി ആകെ ഒരാഴ്ചയെ ബാക്കിയുള്ളൂ. നമ്മളൊരു 75%, അതായത് ആ ഒരു 3/4 നമ്മൾ കഴിഞ്ഞു. നമുക്കിനി ആകെ 1/4 മാത്രമേ ബാക്കിയുള്ളൂ. സോ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് മാഗ്നിഫിസൻറ്റ് ഔട്ട്കംസ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഒരു ഔട്ട്കം അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലേ, ആ റിസൾട്ട് വരുന്നതിന് മുന്നേ, അതായത് ആ റിസൾട്ടിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന നന്ദി അഥവാ ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് മാഗ്നിഫിസൻറ്റ് ഔട്ട്കം എന്ന തലക്കെട്ടിലൂടെ നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന സാധനം. ഇനിയിപ്പോൾ അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും പോയില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ പ്രാർത്ഥിക്കുകയും സ്തുതി പറയുകയൊക്കെ ചെയ്യില്ലേ, അത് നമ്മൾ നമ്മുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിന് അത് നമുക്ക് കിട്ടാനായിട്ടും അതുപോലെ നമുക്കത് കഴിക്കാനുള്ള സാഹചര്യം നമ്മൾ ഉണ്ടായതിനും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് നന്ദിയാണല്ലോ. അതായത് നമ്മളത് കഴിക്കുന്നതിന് മുന്നേ വി ആർ ഗിവിങ് ദാറ്റ് താങ്ക്സ് ദാറ്റ് വി ഹാവ് ദാറ്റ് ഫുഡ് ഇൻ ഫ്രണ്ട് ഓഫ് us ടു ഈറ്റ്. നമ്മൾ അങ്ങനെ വരാൻ പോകുന്നൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു ഐഡിയയാണ് ഞാൻ ഇതിലൂടെ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ ആക്ടിവിറ്റി നമ്മൾ രണ്ടായിട്ടാണ് തിരിച്ചേക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ആക്ട്, നേരത്തെ പറഞ്ഞാൽ നമ്മളൊരു റിസൾട്ട് നമ്മൾ അതിന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിന് ജോലി കിട്ടണം എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന റിസൾട്ടാണല്ലോ. നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളൊരു ലോട്ടറി ടിക്കറ്റ് എടുത്തു, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് അടിക്കണമല്ലോ. അങ്ങനെ എന്തോ ആവാം. അതിപ്പോൾ നിങ്ങളുടെ നിങ്ങളൊരു 3 സാധനം ചൂസ് ചെയ്യുമെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ജീവിത സാഹചര്യമായിട്ടല്ല നിങ്ങളുടെ ജീവിത സാഹചര്യം. സോ നമ്മൾ ചൂസ് ചെയ്യുന്ന ഓപ്ഷൻസൊക്കെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ പോകുന്നു, നിങ്ങൾക്കത് കിട്ടണം എന്നായിരിക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഒരു ലോൺ അപ്ലൈ ചെയ്തു, ആ ലോൺ പാസ്സാവണം എന്നാവാം. എല്ലാവർക്കും പല പല കാര്യങ്ങളാണ് അവരുടെ ലൈഫിൽ ആവശ്യം. എല്ലാവരും പല പല കാര്യങ്ങളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരവരുടെ ദിശയിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഏതാണോ ആ ആക്ടിവിറ്റിയുടെ റിസൾട്ട്. സോ അങ്ങനെ 3 സാധനം ചൂസ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളിതിന് താങ്ക് യു പറയണം. അതായത് ആസ് യൂഷ്വൽ അത് നമ്മൾ കിട്ടിയെന്നങ്ങ് വിചാരിച്ച് നമ്മളതിന് ഓൾറെഡി താങ്ക് യു പറയണം. സോ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തേക്കുന്ന ജോലി, അതിന് ഞാൻ താങ്ക് യു പറയുന്നത് താങ്ക് യു ഫോർ ദി മാഗ്നിഫിസൻറ്റ് ഔട്ട്കം ടു മൈ ജോബ് ആപ്ലിക്കേഷൻ, അല്ലെങ്കിൽ താങ്ക് യു ഫോർ ദി മാഗ്നിഫിസൻറ്റ് ഔട്ട്കം ടു മൈ എക്സാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മളത് കിട്ടിയതായിട്ട് മനസ്സിൽ വിചാരിച്ച് നമ്മളത് പ്രോപ്പറായിട്ട് വിഷ്വലൈസ് ചെയ്ത് ആസ് യൂഷ്വൽ അതൊക്കെ എങ്ങനെ ചെയ്യണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. വിഷ്വലൈസ് ചെയ്ത് താങ്ക് യു മനസ്സറിഞ്ഞ് പറയുക. ഈ 3 കാര്യങ്ങൾക്കും ഇതാണ് ഫസ്റ്റ് പോർഷൻ. സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഇത് നമ്മൾ രാവിലെ ചെയ്യണം. ഈ ഫസ്റ്റ് പോർഷൻ നമ്മൾ രാവിലെ എണീക്കുമ്പോഴേ ചെയ്തിട്ടാണ് നമ്മൾ ദിവസം തുടങ്ങുന്നത്. നമ്മൾ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ കാര്യം ജോലിക്ക് പോയി, ക്ലാസ്സിൽ പോയി, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വാട്ട് എവർ യു ആർ ഡൂയിങ്, നിങ്ങളത് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ ഈ ഡെയിലി ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന നോർമൽ കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ എന്താ പറയുക, അതായത് ഭയങ്കര ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് വരുന്ന സാധനങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ ഒരു ഇമെയിൽ നോട്ടിഫിക്കേഷൻ വന്നു. ഇമെയിൽ വന്നു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ആ ഇമെയിലിനകത്ത് എന്താണ് എന്ന് നമ്മൾ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ, ഇപ്പോൾ ഒരു ജോലി സ്ഥലത്തിനാണെങ്കിൽ ദൈവമേ റിജക്ഷനാണോ അക്സെപ്റ്റ് ചെയ്തെന്നാണോ, നമുക്കങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ. ആ ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഔട്ട് ഓഫ് ദി ബുക്സ് പോയി നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഓക്കെ. അപ്പം നിങ്ങൾക്കത് ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങളത് നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്തിട്ട് ഓക്കെ സാധനം വന്നു. ഇപ്പോൾ ബോസ് വിളിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഓ ദൈവം ഇന്ന് ഞാൻ ഒപ്പിച്ച ഇന്നെന്താ പണി, പ്രിൻസിപ്പൽ വിളിക്കുന്നു, അങ്ങനത്തെ സാധനം വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് സത്യം പറഞ്ഞാൽ നെഗറ്റീവാണ്. അയ്യോ എന്ത് പണി ഇപ്പം ഞാൻ ഒപ്പിച്ചേ എന്ന് പറയുന്ന സാധനങ്ങൾ നമുക്ക് ആദ്യം ആ ഒരു ഫിയറാണ് വരുന്നത്. പക്ഷെ അങ്ങനത്തെ സാധനങ്ങൾ മാറ്റി വെച്ച് എന്തെങ്കിലുമൊക്കെ ഔട്ട്കം പുതിയതായിട്ട് വരുമ്പോൾ നമ്മൾ അതിൽ നിന്ന് നല്ലത് എക്സ്പെക്ട് ചെയ്യുക. അങ്ങനത്തെ ഒരു 3 സാധനം. ഇപ്പോൾ ഇന്ന് ഞാൻ ലേറ്റ് ആകുമ്പോൾ അയ്യോ ഇന്ന് ലേറ്റ് ആയതുകൊണ്ട് എന്ത് പണിയാണ് വരുന്നത് എന്ന് ആലോചിക്കാണ്ട് ഇന്ന് ഞാൻ ലേറ്റായി, അപ്പം ഞാൻ ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ അത് ഞാൻ എങ്ങനെ ബാലൻസ് ചെയ്യാം നല്ല രീതിയിൽ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി ഗുഡ് സൈഡ് മാത്രം ആലോചിക്കുന്ന ടൈപ്പ് 3 സാധനം. കാരണം അങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാര്യം, എല്ലാവർക്കും ഇന്നത്തെ ദിവസം മെയിൽ വന്ന് നിങ്ങൾക്ക് മെയിൽ ചെക്ക് ചെയ്യണം എന്നില്ല. നിങ്ങളിപ്പോൾ ഒരു ഹൗസ് വൈഫാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബോസ് വിളിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ നമ്മൾക്ക് ഈ സാധനം എല്ലാവർക്കും പലതും പല രീതിയിലാണല്ലോ. സോ ഇറ്റ് ഡിപ്പെൻഡ്സ്. അത് നമ്മൾ കംപ്ലീറ്റ്ലി ആക്ടിവിറ്റി എനിക്കിത് എങ്ങനെ പ്രോപ്പറായിട്ട് കൺവേ ചെയ്ത് തന്നെയെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. കാരണം ഇത് പല ആൾക്കാർക്കും പല രീതിയിൽ പോകുന്നതുകൊണ്ട് ഇന്ന എക്സാമ്പിൾ ഇട്ട് പറയണമെന്നോ എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. എസ്പെഷ്യലി സെക്കൻഡ് പോർഷനിൽ എന്തൊക്കെയാണ് ഒരു മനുഷ്യൻ ഫേസ് ചെയ്യുന്ന ഡേ ടു ഡേ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ബ്ലാങ്കായി പോകുന്നുണ്ട്. സോ വാട്ട് എവർ യു ഫേസ് ഇൻ യുവർ ഡെയിലി ലൈഫ്. അപ്പോൾ അത്രേ ഉള്ളൂ. അതും ഇതുപോലെ താങ്ക് യു ഫോർ ദി മാഗ്നിഫിസൻറ്റ് ഔട്ട്കം ടു വാട്ട് എവർ യു ആർ ഫേസിങ്.
സോ ഈ 2 സാധനവും മിസ്സാക്കാണ്ട് ചെയ്യണം. അതായത് 3 വെച്ച് 2 ഒരെണ്ണം സ്റ്റാർട്ടിങ്ങിൽ ചെയ്യണം, ഒന്ന് ത്രൂ ഔട്ട് ദി ഡേ. ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട് ടു ഫിഗർ ഔട്ട്. ഇപ്പോൾ നിങ്ങൾക്കൊരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ നിങ്ങളൊരാൾ വിളിച്ചു, നിങ്ങൾക്കൊരു കോൾ വരുമ്പോൾ ഇയാൾ എന്നെ എന്തിനാണ് വിളിക്കുന്നത്, ഓക്കെ ഏതോ നല്ല ന്യൂസ് ഞാൻ ഈ കോളിൽ നിന്ന് കേൾക്കാൻ പോകുന്നു എന്ന് വിചാരിച്ച് നിങ്ങൾ ആ കോൾ എടുക്കണം. അങ്ങനെ ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഏത് ചെറിയ ചെറിയ കാര്യങ്ങളും നമുക്കത് നല്ലത് കണ്ടുപിടിക്കാൻ പറ്റണം. ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കതിൽ കൊണ്ടുവരാൻ പറ്റണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആസ് യൂഷ്വൽ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പോർഷൻ, നമ്മുടെ ഒരു ഗോൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഔട്ട്കമുള്ള 3 കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കണം. പിന്നെ ത്രൂ ഔട്ട് ഡേ നമ്മൾ നോക്കണം, ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുന്നതിൽ നമുക്ക് ലുക്ക് ഔട്ട് ചെയ്യാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ആസ് യൂഷ്വൽ നമ്മളെ മാജിക് റോക്ക് എടുത്ത് താങ്ക് യു പറയുക. ദിവസം മൊത്തം വിഷ്വലൈസ് ചെയ്ത് ഏറ്റവും നല്ല കാര്യത്തിന് താങ്ക് യു പറയുക. അപ്പോൾ അതുപോലെ ഡേ 21 അത് കഴിഞ്ഞു. ബൈ ഗൈസ്.